നടപടികൾക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശക്തമായ വിമർശനം ഉയർത്തി. ഭരണപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവരെ കരിക്ക് ചുറ്റി അടിക്കുന്ന പോലീസുകാരെയാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തിക്കാട്ടെ പോലീസ് ആക്രമണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ചില പോലീസുകാർ സിനിമയിലെ ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെയാണ് പെരുമാറുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM ലോക്കൽ സെക്രട്ടറിയുടെ കരണക്കുറ്റി അടിച്ച് പൊട്ടിച്ച പോലീസുകാരെ പോലും ഭരണപക്ഷം ന്യായീകരിക്കുന്നത് അത്ഭുതകരമാണ്. എപ്പോൾ മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ഔദ്യോഗിക ആയുധമായി മാറിയെന്നും സതീശൻ ചോദിച്ചു. പോലീസ് സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് പോലീസിന്റെ ക്രൂരതകൾ ജനങ്ങൾ അറിയുന്നത്. എത്ര പരാതികളും കേസുകളുമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷം വെളിപ്പെട്ടത്. വീഡിയോകളിലെ ദൃശ്യങ്ങൾ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ച ദളിത് സ്ത്രീയോട് കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ പോലീസിനെയാണ് ഭരണപക്ഷം ന്യായീകരിക്കുന്നത്. CCTVയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമാണിത്. പുറത്തു വരാത്തതും ഇനി എത്ര ഉണ്ടാകുമെന്നും അദ്ദേഹം ചോദിച്ചു. ക്യാൻസർ രോഗിയെ പോലും സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചവരാണ് പോലീസുകാർ. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരണമെന്ന് ഉറപ്പാണ്. അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു.